ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഓക്കെ, കൺമണി. ഇപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് തൃശ്ശൂർ എൻ്റെ വീട്ടിലത്തെ ഹോം ടൂർ ചെയ്യുമെന്ന്. അപ്പോൾ ഒരു വട്ടം കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഈ അടുത്ത് ഈ ഫോൺ മാറ്റുമ്പോഴാണ് ആ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് എടുത്ത് എല്ലാവരും ചോദിക്കണതല്ലേ, അപ്പോൾ എന്തായാലും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ വ്യൂ കേട്ടോ. വീടിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. പിന്നെ അവിടെ നാളികേരമൊക്കെ പറക്കിയിട്ടിട്ട് ആകെ എന്താ പറയുക വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. പിന്നെ പൂരാകുമ്പോൾ ഇവിടെയൊക്കെ നന്നാക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നാളികേരം പറക്കിയിട്ടിട്ട് അവിടെ ആകെ മട്ടലും അതൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ട് വശം ഇങ്ങനെയാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കല്യാണത്തിൻ്റെ ഒരു ചെറിയ ഫ്ലെക്സ് അവിടെ വെച്ചിട്ടുണ്ട്, എൻ്റെയും മദർഷേൻ്റെയും ഫോട്ടോ. പിന്നെ ഇതാ ഒരു ചെറിയ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി ചെല്ലുമ്പോഴാണ് ഹോളിക്ക് എത്തുന്നത്. അപ്പോൾ സിറ്റ് ഔട്ടിൽ പ്രത്യേകിച്ച് കാര്യത്തിൽ ഇവിടെ സ്വാമി ഫോട്ടോ വിളക്ക് വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഉള്ള വ്യൂ കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇങ്ങനെ മരത്തുനിന്ന് നേരെ കയറി വരുമ്പോൾ ഹോളാണ്, ചെറിയൊരു ഹാളാണ്, ഒരു കുഞ്ഞു വീടാണ്. ഞാൻ പുറമെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു, അത് കാരണം എനിക്ക് പുറത്തുനിന്ന് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഇതാണ് എളുപ്പം, എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും എനിക്ക് ഇതാണ് എളുപ്പം. അപ്പോൾ കയറി നേരെ ഇതേ ഉമ്മറത്തുനിന്ന് കയറി വരുന്നത് നേരെ ഹോളാണ്, ചെറിയൊരു ഹോളാണ്. അത്ര വലിയ വീടൊന്നും കേട്ടോ, കുഞ്ഞു വീടാണ്. ഞാൻ, അമ്മ, ചേച്ചി, അച്ഛൻ, ഞങ്ങളുടെ 4 പേരുടെ ഒരു കുഞ്ഞൊരു സ്വർഗ്ഗമാണ് കേട്ടോ അത്. അപ്പോൾ കയറി വരുമ്പോൾ ഒരു ഹോള്. പണ്ട് ഇവിടെ ആയിരുന്നില്ല ഈ ടേബിളൊന്നും ഇട്ടിരുന്നത്, ഇത് ഇവിടെ ആയിരുന്നു. ഇപ്പം എൻ്റെ അമ്മ ഈ അടുത്ത് ചേഞ്ച് ആക്കിയതാണ്. അപ്പോൾ എനിക്ക് ചേച്ചിക്കൊന്നും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല സംഭവം. അവള് പൂരൊക്കെ അവളേക്ക് ഇവിടെ എടുത്തിട്ട് അപ്പുറത്തേക്ക് മാറ്റിയിടാണെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കേട്ടോ. പിന്നെ ഇതാ ഇവിടെയായിരുന്നു നമ്മൾ മറ്റേ ടേബിളൊക്കെ ഇട്ടുണ്ടായിരുന്നത്. ഇതൊരു ഡൈനിങ് ഹോൾ പോലെ ആക്കിയുള്ള ഒരു റൂമായിരുന്നു കേട്ടോ. അമ്മ ഇതേ സോഫയൊക്കെ ഇത് ഇവിടെ കൊണ്ടിട്ട് ഇവിടെ TV ഒക്കെ വെച്ച്, ഇപ്പോൾ TV ഒക്കെ അങ്ങോട്ട് മാറ്റണം, ഓപ്പോസിറ്റ് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിഞ്ഞു, ഞാൻ പറഞ്ഞു ഇന്നോടൊന്നും പറയണ്ട. ചേച്ചി പറഞ്ഞു എന്തായാലും മാറ്റണം, എന്തായാലും TV ഒക്കെ ഹോളിൽ തന്നെ വെച്ചാൽ മതി, ഇവിടെ മറ്റേ ഡൈനിങ് ടേബിൾ ആക്കണതാണ് ബെറ്റർ എന്നാണ് അവള് പറയണേ. അങ്ങനെ അവളും അമ്മയും പറഞ്ഞിട്ട് രണ്ടും കൂടിയിട്ട് കുറച്ച് ഉടക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പോരാകുമ്പോൾ മാറ്റും. പക്ഷെ ഇവിടെ ഇടുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട് സംഭവം. പക്ഷെ നമ്മൾ ഹാളായിട്ട് നമ്മളൊരു അറ്റാച്ച് ചെയ്യാതെയാവാം. പിന്നെ ഇവിടെ ഈ റൂമിക്ക് ആദ്യം വന്നിരിക്കും ചെയ്യില്ല. ഞാൻ പറ്റില്ല, ഞാൻ ഫുഡ് കഴിക്കാൻ TV അങ്ങനെയൊക്കെ മാത്രമേ ഞാൻ ഇവിടെ വന്നിരിക്കുള്ളൂ. ഇനിയും അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വെറുതെ ഫോൺ നോക്കി കൊടുക്കാച്ചെങ്കിലും ഈ ഹോളിൽ ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ഇതാണ് കേട്ടോ ഹോളിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു ഡൈനിങ് ഹോളായിരുന്നു. ഇപ്പം അങ്ങനെ സോഫയൊക്കെ ഇട്ടെന്ന് മാത്രം കേട്ടോ. പിന്നെ ഇതാ അവിടെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അച്ഛൻ്റെ സ്പ്രേ കുപ്പി, അച്ഛനാട്ടോ ഇങ്ങനെ നിരത്തി വെക്കണത്. സ്പ്രേ ഇല്ല, സെക്കൻഡ് ചോട്ടാ എന്നൊക്കെ പറയില്ല സംഭവം. പിന്നെ വിക്സ്, പിന്നെ തേജപ്പിയുടെ ചേച്ചിയുടെ. ഇത് ഞങ്ങൾ 2021 ഇപ്പോൾ ഈ ഫോട്ടോ എടുത്തിട്ട് ഏതാണ്ട് 3 വർഷം ആവാറാവുന്നു കേട്ടോ. കണ്ടോ, ഞങ്ങൾ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ എൻഗേജ്മെന്റിന്റെ തേജാപ്പിയുടെ ഒരു ഫോട്ടോ, വിനീഷേട്ടനും ചേച്ചിയുടെ, ഇത് തേജാപ്പിയുടെ പിറന്നാളുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അവള് പ്രഗ്നന്റ് ആയിരുന്നപ്പോഴത്തെ ഫോട്ടോ ആയിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2 റൂംസാണ് ഉള്ളത്. ഇതിലാണ് ചേച്ചി മീഷേട്ടനൊക്കെ വന്ന് കിടക്കാറ്. മുന്നേ ഇതായിരുന്നു എൻ്റെ റൂം, അപ്പുറത്തായിരുന്നു ചേച്ചിയുടെ റൂം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പുറത്തും ഇവര് ഇവിടേക്കായി. എന്നാൽ കുഞ്ഞു റൂമാണ്, ഇതിന് ബാത്റൂം അറ്റാച്ച്ഡ് ഇല്ല കേട്ടോ. എന്താണ് ചെറിയൊരു റൂമാണ് കേട്ടോ. അടിയിൽ അമ്മ പുല്ലായ അമ്മയുടെ എടുത്ത് വെച്ചതാണ്. പിന്നെ ഇതാണ് ഇപ്പം ഞാൻ കിടക്കുന്ന റൂം. ഇതാണ് എൻ്റെ റൂം. ഇവിടെയാണ് ഞാനും ആദർശാനും വന്നാൽ കിടക്കാറ്. മുന്നേ അത് ഞാനും ചേച്ചിയായിരുന്നു ഇവിടെ കിടക്കണ്ടായിരുന്നത് കേട്ടോ. ഇവള് മുകളിലും ഞാൻ താഴത്ത് കിടന്നു. ഇവളെ കല്യാണം കഴിയണവരെ ഞങ്ങൾ അങ്ങനെയാണ് കിടക്കണ്ടായിരുന്നത്. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് കിടന്ന ഭയങ്കര അടിയും ഗൈസ്. അത് കാരണം ഞാൻ താഴെ, അവള് മുകളില്. പിന്നെ ഇതവിടെ ഒരു കബോർഡ് ഉണ്ട്. എൻ്റെ കോലം കണ്ട് ഗൈസ്. ഞാൻ ഇപ്പോൾ കുളിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അമ്മ വന്നാൽ ഞങ്ങൾ ചീത്ത വെക്കുമ്പോൾ കുളിക്കാൻ പറഞ്ഞതായിരുന്നു. ഞാൻ ഇതുവരെ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. പിന്നെ കർട്ടൻ, ഇതൊക്കെ പെയിന്റഡ് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എൻ്റെ പണിയാട്ടോ. സ്റ്റിക്കർ വാങ്ങിച്ച് ഒട്ടിച്ച് ഇവിടുത്തെ പിന്നെയും കുഴപ്പമില്ല, ഹോളിൽ പക്ഷെ ഞാൻ കോളാക്കിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതാക്കിയതായിരുന്നു. പക്ഷെ ഇപ്പൊ കാണുമ്പോൾ ഫുൾ ബോറായിട്ട് തോന്നുന്നു. പിന്നെ ഈ റൂമിൽ നിന്ന് കിടന്നാലും നമ്മൾ ഹോളിലേക്കാണ് നമ്മുടെ എൻട്രി വരുന്നത്. ചെറിയ വീടാണേ കണ്ടോ. ഇതാണ് ഞാൻ കൊളാക്കിയത് പറഞ്ഞത്. ആകെ ഞാൻ എന്തൊക്കെ ഒട്ടിച്ച് വെച്ച് വൃത്തികേടാക്കി. പിന്നെ ഇതാണ് നമ്മുടെ സോക്കേഴ്സ് വരുന്നത്. അതിലെ ഒരു കൃഷ്ണന്റെ
വിഗ്രഹമുണ്ട്. ഇത് ഇങ്ങനെ നമ്മുടെ വീടിന്റെ അധികം ആൾക്കാർ കൊണ്ടുവരില്ല. അങ്ങനെ അമ്മ ബാർഗെയിൻ ചെയ്തിട്ട് 150 രൂപയ്ക്ക് എന്നോ വാങ്ങിച്ചിട്ടുള്ളൊരു കൃഷ്ണാട്ട. പക്ഷെ നല്ല വലിപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇത് നല്ല റേറ്റ് ഉണ്ട് കൈസ്. അമ്മ വെറും 150 രൂപയ്ക്ക് ഞാൻ എളപ്പിലാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ ഇത് അങ്ങനെ കുറച്ച് നമുക്ക് കിട്ടിയ ട്രോഫി, എനിക്കും ചേച്ചിക്ക് കിട്ടിയത് ട്രോഫീസ്. പിന്നെ ഇതെന്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ കേട്ടോ. എൻ്റെ ഒപ്പം പഠിച്ചിരുന്നൊരു കുട്ടി എനിക്ക് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കല്യാണത്തിന്. പിന്നെ താഴെ വരുമ്പോ ഞാൻ നിൽക്കുന്നത് ഇത് ചേച്ചി, ഞാനും കൂടിയുള്ള ഫോട്ടോ കേട്ടോ. ഇത് നമുക്ക് കുറെ പേര് കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഇൻസ്റ്റാലൊക്കെ മാക്സിമം ഇട്ടിട്ടുണ്ട് ഇതൊക്കെ. പിന്നെ ഇതാ ചേച്ചിയാണ്, തേജപ്പയുടെ പോലെ കുറച്ച് കാണാൻ. പിന്നെ ഇരിക്കണത് ഞാനാണ്, ഇത് അച്ഛൻ. പിന്നെ അമ്മായി ചേച്ചീൻ്റെ അടുത്ത് നിൽക്കണം. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതെൻ്റെ ഒരു ഫ്രണ്ടേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ കേട്ടോ. ഞാൻ ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല, ഇവിടെ ഇരുന്നോട്ടെ. പിന്നെ ഇതിൽ എൻ്റെ ഒരു ഫോട്ടോ കാണിച്ചത്, പക്ഷെ അത് നാശമായിപ്പോയി ഗൈസ്. ഈ നിൽക്കണത് ഞാനാണ്, പക്ഷെ ഇതിൽ ആരോ ഇതൊന്നും ചുരണ്ടിയിട്ടൊക്കെ പെയിന്റൊക്കെ ഇളകിപ്പോയി ഗൈസ്. ഇത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തെ എൻ്റെ ഫോട്ടോ കേട്ടോ. അന്നും ഞാൻ ഭയങ്കര വലിപ്പുണ്ടായിരുന്നു. അന്നും ഞാൻ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ പെണ്ണാന്ന് വെച്ചിട്ടുണ്ട് ഗൈസ്. കാരണം ഞാൻ അത്യാവശ്യം നല്ല വലിപ്പുണ്ടായിരുന്നു 6ലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ. പിന്നെ അമ്മയുടെയും അച്ഛൻ്റെയും ഫോട്ടോ വെച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ. എൻ്റെ ഫ്രണ്ട് സാന്ദ്ര എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാണ് ഈ ഒരു ഫ്രെയിം കേട്ടോ. പിന്നെ എനിക്കും ആദർശം കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ കുറെ ഗിഫ്റ്റുകൾ മൊത്തം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി, കോഴിക്കോട് ഞങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ അമ്മ ഒരെണ്ണം ഇവിടെ വാങ്ങിച്ചു വെച്ചതാണ് ഈ ഫോട്ടോ, ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത്. പിന്നെ ഈ ബട്ടർഫ്ലൈ കുട്ടിൻ്റെ എൻ്റെ പണിയായിരുന്നു. എവിടെയൊക്കെ ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു ഒക്കെ നിലത്ത് വീട് പൊട്ടിപ്പോയി ഗൈസ്. കുറെ ഫ്രെയിം അങ്ങനെ പോയി ഞങ്ങളുടെ. ചേച്ചിയും ഈശാട്ടൻ്റെയും ഫോട്ടോ ഇവിടെ എൻ്റെ തേജൂൻ്റെ ഒക്കെ ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഒക്കെ നിലത്ത് വീണിട്ട് പൊട്ടിപ്പോയി. ഇവിടെ ബട്ടർഫ്ലൈ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ കാണുന്നതാണ് കിച്ചൺ, കുഞ്ഞ് കിച്ചണാണ് കേട്ടോ. എൻ്റെ ഒട്ടുമിക്ക വീഡിയോസിൽ നിങ്ങൾ കിച്ചൺ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ആയാലും അതെ, ചേച്ചിയുടെ ആയാലും അതെ, കിച്ചൺ ഞങ്ങൾ കുറേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു കിച്ചൺ. ഇത് എത്ര 650 700 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ എൻ്റെ വീട്. ചെറിയ വീടാണ്. എടുത്തെടുത്ത് പറയുന്നത് വേറെ ഒന്നല്ല, ചിലവർ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയും കുഞ്ഞു വീടാണെന്ന്. പിന്നെ പുറകോട്ടൊരു വർക്ക് ഏരിയ ഒക്കെ കലമ്പായിട്ട് കിടക്കട്ടെ. ഇനി പോരായിട്ട് ഫുള്ള് നന്നാക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ വീട് കേട്ടോ. ഹലോ, അപ്പോൾ എല്ലാവർക്കും വീട് ഇഷ്ടമായോ? ഒരു ചെറിയ വീടാണ്. ഞാനൊരു 3ൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്, 2ാം ക്ലാസ്സിൽ സ്കൂൾ പൂട്ടിയ സമയത്താണ് വീട് ഫുള്ള്. പണ്ട് ഇതേ പ്ലേസിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ റോഡ് വീട് ഉണ്ടായിരുന്നു. അത് പൊളിച്ചിട്ട് ഈ വീട് കിട്ടിയത്. ആകെ 1 വർഷം കൊണ്ട് തന്നെ വീട് കെട്ടി തീർത്തിട്ടുണ്ടായിരുന്നു. 4ാം ക്ലാസ്സിലെ സ്കൂൾ പൂട്ടിൽ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. അത് 1 വർഷം ടോട്ടൽ എടുത്തിട്ടില്ല അതൊന്നും ഈ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മയുടെ അച്ഛൻ്റെയും വലിയ കഷ്ടപ്പാടാണ്. ഞങ്ങൾ കണ്ട് വളർന്നതാണ്. ഞാനും എൻ്റെ ചേച്ചി ആയാലും ഈ വീട് ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും കണ്ടിട്ട് വളർന്നത് തന്നെയാണ്. ഞങ്ങൾ 2ാം ക്ലാസ്സിൽ സ്കൂൾ പൂട്ടുമ്പോൾ ഈ വീട് പൊളിച്ചപ്പോൾ ഞങ്ങളുടെ തറവാടിൻ്റെ അവിടെ ഒരു ഷെഡ് പോലെ കിട്ടിയിട്ട് അവിടെയാണ് താമസിക്കുന്നുണ്ടായിരുന്നത്. അവിടെ താമസിക്കുമ്പോൾ എന്ന് വെച്ചാൽ അപ്പുറത്ത് പാമ്പ് ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ കുഞ്ഞു കുട്ടികളെ ഞങ്ങൾക്ക് നല്ല പേടിയാണ്. ഞാൻ 2ലും ചേച്ചി 5ലും എത്തിയിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ഞങ്ങളുടെ വലിയമ്മോടെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. വിഷ്ണുട്ടൻ വിനീതായിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ചേട്ടന്മാരൊപ്പം അവിടെ വലിയമ്മയോടൊപ്പം അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നത്. രാത്രി നമുക്ക് എടുക്കുമ്പോഴും കുളിക്കാനൊക്കെ ഞങ്ങൾ അവിടെയാണ് പോവുക, അവിടെയാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് 4ാം ക്ലാസ്സിലെ 3ലും സ്കൂൾ പൂട്ടിലാകുമ്പോൾ നമ്മൾ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ പിന്നെ കുറച്ച് പണികൾ ഇങ്ങനെ ബാക്കി നമ്മളിവിടെ നിന്നുകൊണ്ട് തന്നെയായിരുന്നു വീടിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ വീട് പണി ഉള്ളപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ മിക്ക ദിവസം ഇവിടെ അമ്മയച്ഛനുണ്ടാവുമല്ലോ, എനിക്ക് മിക്ക ദിവസമൊക്കെ വയറുവേദന, എനിക്ക് പഠിക്കാൻ പോകാൻ നല്ല മടിയും. കാരണം ഇവിടെ അമ്മേനെ വെച്ച് കാണുമ്പോൾ അവരുടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ടോ വീട് പണിയണത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ദിവസമൊക്കെ അവരുടെ തള്ളി എന്നെ പറഞ്ഞായിരിക്കും. ചില ദിവസങ്ങളിൽ എൻ്റെ അഭിനയം ഹൈ ലെവലാവും. അന്നത്തെ ദിവസം ഞാൻ വീട്ടിലിരുത്തും. അപ്പോൾ വീട് പണിയുമ്പോൾ ഞാൻ അവിടെ വന്നിരിക്കും ഇവരോടൊപ്പം. അപ്പോൾ നോക്കുമ്പോൾ ഫുൾ പണിക്കാരോടൊപ്പം ആകെ 1 2 പണിക്കാരൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 1 പണിക്കാരുണ്ടാവുള്ളൂ. തേക്കാനൊക്കെ ഉള്ള കട്ട എടുത്ത് കൊടുക്കാനൊക്കെ എൻ്റെ അമ്മ അച്ഛനും കൂടിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ഈ തറ പൊളിച്ച് മാറ്റിയിട്ട് അതിൽ മണ്ണൊക്കെ മാന്തി ഇടുമ്പോൾ അച്ഛൻ കളച്ചു കൊടുക്കും, അമ്മ കൊണ്ടിടും. പിന്നെ കട്ടൊക്കെ എടുത്ത് ഞാനവിടെ കണ്ടില്ല, കനാല് റോഡ് വണ്ടി കറക്റ്റ് ഇങ്ങോട്ട് കയറില്ല വീട്ടിലേക്ക്. അപ്പൊ റോഡിന്റെ അപ്പുറത്തെ സൈഡാവും കട്ടയൊക്കെ വന്ന് ഇറക്കിണ്ടാവും. അതൊക്കെ കയറ്റിയിട്ട് എൻ്റെ അച്ഛനാണ് ഈ വീട്ടിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് കയറ്റിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മുകളിലൊക്കെ കട്ടകളൊക്കെ എടുത്ത് കൊടുക്കുക. അതൊക്കെ അച്ഛൻ ഇങ്ങനെ ഇപ്പോൾ എന്റെ കണ്ടിൽ ഇങ്ങനെ കാണട്ടെ, അച്ഛൻ ഇങ്ങനെ ഏറ്റി പോണതൊക്കെ ഇപ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെയുണ്ട്. പിന്നെ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ എന്നെയും ഞാനും മുകളിൽ പോയിരിക്കും. അപ്പൊ എന്നെ അങ്ങനെ ഒരു സ്ഥലത്ത് അച്ഛെടുത്തിട്ട് അവർക്ക് സ്റ്റെപ്പ് കയറാൻ പേടിയായിരുന്നു. അച്ഛെടുത്തിട്ട് എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ മുകളിൽ ഇരുത്തും. എന്നിട്ട് വെയിലില്ലാത്ത സ്ഥലത്ത് പിന്നെ അമ്മയ്ക്ക് ഫുഡ് തരാനത് ഒക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്.
അങ്ങനെ അത്രയും അമ്മയുടെ അച്ഛൻ്റെയും ഒരു കഷ്ടപ്പാട് എന്ന് തന്നെ പറയും, നല്ലൊരു കഷ്ടപ്പാട്. ഒരു രൂപ പോലും കടയില്ലാതെ ഈ വീട് അവരിങ്ങനെ സെറ്റാക്കി എടുത്തത് അവരുടെ കഷ്ടപ്പാട്. അച്ഛനുണ്ടായിരുന്നു, അച്ഛനും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു വലിയ വീട് ആക്കണം എന്നൊക്കെ. പക്ഷെ അമ്മ പറയട്ടെ, എന്തിന് 2 പെൺകുട്ടികളാണ്, കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വെറുതെ എന്തിനാ ആ കടത്തിൽ ഇങ്ങനെ കയറി നിന്നിട്ട് സമാധാനം ഇല്ലാതെ ജീവിക്കണമെന്ന് അമ്മ പറയാറ്. പിന്നെ ഇടയ്ക്കൊന്ന് പറയട്ടെ, അമ്മയ്ക്ക് അവർക്ക് കുറച്ചുകൂടി വീട് ബെറ്റർ ആക്കായിരുന്നു, പ്ലാൻ സുഖമില്ല. കാരണം നമ്മളെക്കാൾ ചെറിയ വീടുകള് നല്ല അടിപൊളി പ്ലാനിൽ സെറ്റ് ചെയ്തിട്ട് കാണുമ്പോൾ പറയും നമ്മുടെ വീട് അങ്ങനെ ആക്കാറുന്നില്ലേ. അപ്പൊ എനിക്ക് വലിയ സ്വപ്നമൊന്നും കേട്ടോ, വലിയ വീട് അങ്ങനെയൊക്കെ ഒന്നുമില്ല. എനിക്ക് ചെറിയ വീടായാലും ഹാപ്പി, അത്ര മതി, സന്തോഷമായിട്ട് ഇരുന്നാൽ മതി. അങ്ങനെ ഇപ്പൊ അമ്മ പണിക്കുന്ന അമ്മയ്ക്ക് പണിയുണ്ട് കേട്ടോ. അപ്പൊ 2-3 ദിവസമായിട്ട് അമ്മയ്ക്ക് തൊഴിലുറപ്പുണ്ട്. അപ്പൊ അമ്മ അതിന് പോവാറുണ്ട്. ഇത്രയും നാളും അമ്മ പണിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ഉണ്ടപ്പോ എന്നെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മ പണി കളഞ്ഞിട്ടൊക്കെ ഇവിടെ നിന്ന്. അപ്പൊ ഇവിടെ അടുത്തായി പിന്നെ ഞാനും പറഞ്ഞു പൊക്കം അമ്മ കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ അടുത്തും ചുറ്റോറും നിറച്ച് വീടുകളാണ്, പിന്നെ കസിൻസ് ഓരോരുത്തർ ഇങ്ങനെ വരും. അത് അമ്മയ്ക്ക് ഇവിടെ ഇരിക്കാൻ വലിയ പേടി കാര്യങ്ങളൊന്നുമില്ല, കുഴപ്പമില്ല. കാരണം നമ്മുടെ അടുത്ത് പൊക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ഇതിപ്പോ വരാറുണ്ടാവും. 4:30 ബസ് സുജിമോൻ പോയി കഴിഞ്ഞു വെച്ചാൽ അമ്മയുടെ ഒപ്പം തന്നെ ഇങ്ങോട്ട് എത്തിക്കോളും. അപ്പൊ ഞാൻ അമ്മയ്ക്ക് ചായ വെക്കണം. ഇന്നിപ്പോ എന്റെ പണികളൊക്കെ ഞാൻ അടിച്ചോരി തുടപ്പിക്കാം, ഒന്നും ചെയ്യിക്കാറില്ല കേട്ടോ. ഇവിടെ എനിക്ക് ഇൻസ്റ്റയിൽ ഒരു ചേച്ചി മെസ്സേജ് ഉണ്ടായിരുന്നു, ശ്രീകൃഷ്ണ എന്തോ കൂട്ട് പേരുണ്ടായിരുന്നേ. ആര്യ ഭയങ്കര ലക്കിയാണ്, അമ്മ നന്ദ് പാമ്പർ ചെയ്തിട്ടാണ് ആര്യനെ നോക്കുന്നത്, കുഞ്ഞു കുട്ടികളെ പോലെയാണ് നോക്കുന്നത്. സത്യം എന്റെ അമ്മ അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. ചെറുപ്പത്തിൽ പറയുമ്പോ എനിക്ക് ഇടയ്ക്കിടക്ക് ഓരോ വയ്യായി ഉണ്ടാവും, അങ്ങനെ യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനെ ഇങ്ങനെ. അപ്പൊ എന്നെ അമ്മ അങ്ങനെ ഞാൻ അങ്ങനെ പറയില്ല കേട്ടോ. എന്റെ ചേച്ചിക്ക് എന്ന് വെച്ചാൽ വലിയ സീനിൽ ഇങ്ങനെ അസുഖം വന്ന് കിടക്കണമെന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവിടെ എപ്പോഴും തുള്ളിച്ചാടി നടക്കുന്ന ടൈപ്പാണ്. പിന്നെ ഇങ്ങനെ അസുഖം വന്ന് സൈഡ് ആവുക അങ്ങനത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനെയില്ല ഗൈസ്, എനിക്ക് ചെറിയൊരെണ്ണം കിട്ടിയാൽ മതി, ഞാൻ അവിടെ ഫ്ലാറ്റ് ആവും, എനിക്ക് അവിടെ ഞാൻ അങ്ങനെ വയ്യാതെ ആവുക. അപ്പൊ ചിലപ്പോൾ തൊട്ട് അമ്മ അങ്ങനെ കൂടുതൽ എന്റെ ഒപ്പം നിന്നാക്കി ചോറ് വാരി തന്നും എന്നെ കുളിപ്പിച്ചും ഒക്കെ ചെയ്തത്. ഇപ്പോഴും എനിക്ക് ആ ഒരു ഇതാണ്, അമ്മയ്ക്ക് എന്റെ കാര്യത്തിലൊരു അങ്ങനെ ഒരു ഇതാണ്, ചെറിയ കുട്ടി എന്നൊരു ഫീലിംഗ് അമ്മയ്ക്ക് ഇപ്പോഴും ഉണ്ട്. കാരണം പണിയോളം ചെയ്യാതിരിപ്പിക്കുക അങ്ങനെയൊന്നും കേട്ടോ. പണിക്ക് അമ്മ പോയിട്ടുണ്ടെങ്കിൽ അടിച്ചോടി തുടയ്ക്കണം, അതൊക്കെ ചെയ്യിപ്പിക്കും, അതങ്ങനെ നല്ല ചീത്ത വെക്കും. പിന്നെ ഇപ്പൊ എന്ന് വെച്ചാൽ സുഖമായിട്ടിരിക്കാം, കാരണം അടുക്കളത്തെ പണിയോളം അമ്മ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടി, കാരണം കുട്ടികളോ മക്കളോ ആരും ഇല്ലാത്ത കാരണം എനിക്ക് എന്റെ കാര്യം നോക്കി അവിടെ ഇരിക്കും. പക്ഷെ ഉന്നോടൊക്കെ ആയി കഴിഞ്ഞാൽ അങ്ങനെ പറ്റില്ല, കാരണം എന്റെ ചേച്ചി അങ്ങനെയാണെന്നും ചേച്ചി എന്താ ചെയ്യാ അമ്മ പണിക്ക് പോകണം, കാരണം ചേച്ചി തന്നെയാണ് തേച്ചപ്പെട്ട എല്ലാ കാര്യങ്ങളും. അമ്മേനെ ഒരു തരിക്ക് പോലും ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ പപ്പിടിപ്പിക്കാനോ മൂത്രമൊഴിപ്പിക്കാനോ കുളിപ്പിക്കാനോ ഒക്കെ ചേച്ചിയാണ് ചെയ്യുക. ഒന്നിനും അമ്മ ഇതാക്കാറില്ല കേട്ടോ. ഒക്കെ അമ്മേനോട് ഫ്രീ ആയിട്ട് വിടുക ചെയ്യുക. നമ്മൾ അടുക്കളത്തെ പണി ബാക്കിയൊക്കെ നമ്മൾ രണ്ടുപേരും. പിന്നെ ഞാൻ അടിച്ചോരി തുടച്ചിടും, അവളുള്ളപ്പോൾ അങ്ങനെ ഇല്ല കേട്ടോ. അവളുണ്ടെങ്കിൽ അടിച്ചോരി തുടയ്ക്കും, പാത്രങ്ങൾ കഴുകും, മിറ്റടിച്ചോരി. അമ്മയ്ക്ക് ഒരൊറ്റ പണി ഉണ്ടാവാറില്ല അവളോട് നിൽക്കുമ്പോൾ. ഞാൻ അടിച്ചോരി തുടച്ചു കൊടുക്കും, അത്ര മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ അമ്മ പറയട്ടെ എന്നോട് ചെയ്യേണ്ടതാണ്, കാരണം എനിക്ക് പൊടി തട്ടിയ തുമ്മൽ തുടങ്ങും. പിന്നെ വീണ്ടും ഇവരെന്നെ കൊണ്ടുപോകണേ. ഇപ്പൊ തന്നെ ഞാൻ ഇന്നിവിടെ നാളികേരിടാൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ കസിനോട് അമ്മ പറഞ്ഞിരുന്നു, ചേച്ചിനെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ, മോനൊന്ന് തേങ്ങ പറക്കി ഇട്ടോളൂ എന്ന്. അവൻ പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു ചെറുപ്പം, ഞാൻ അങ്ങനെ ഇരിക്കും, അവൻ പണിയെടുക്കുന്ന കാണുമ്പോൾ അങ്ങനെ ഞാനും കൂടി അങ്ങനെ തേങ്ങ ഒക്കെ പറക്കിട്ട് വരുമ്പോഴേക്കും മൂക്ക് ചൊറിഞ്ഞ്, ഇപ്പോഴും അതങ്ങനെ ചൊറിഞ്ഞ് വരിക. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടോ. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ചീത്തേക്കും, നീ എന്തിനാ ചെയ്യാൻ പോയി ചോദിച്ചിട്ട്. അപ്പോ ഗൈസ് അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അമ്മ വരും കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ചായ വയ്ക്കണം, അച്ഛപ്പ വരും. അപ്പൊ പിന്നെ അച്ഛൻ വന്നിട്ട് ചായ കുടിക്കാൻ എനിക്ക് കുറച്ച് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അപ്പൊ അതും കൂടി കഴിക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ രാവിലെ കുളിക്കും. ഇത്രയും നാള് നോലുമ്പുണ്ടായിരുന്നു, നോലുമ്പുള്ള കാരണം രാവിലെ എനിക്ക് കുളിക്കാം അങ്ങനെയായിരുന്നു. ഇന്ന് നോലുമ്പ് ഇന്നലെ ആദർശയുടെ മലക്കൊക്കെ പോയി എത്തി. പിന്നെ ഇന്നോട് നോലുമ്പില്ല, അതുകൊണ്ട് ഇന്ന് കുളിക്കാൻ കുറച്ച് മടി കാട്ടി നിന്ന്, പിന്നെ ഫോൺ നോക്കിയിരുന്ന് അങ്ങനെ ഇന്നത്തെ ടൈം പോയി ഇറങ്ങിയേ ഇല്ല. അപ്പോ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.